എല്ലാവർക്കും ഇൻസ്പയർ സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻ്റ് ആണ്. എന്താണ് എൻലൈറ്റ്മെൻറ്റ്? നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാധാരണ മനുഷ്യരിൽ നിന്ന് അവർ വ്യത്യസ്തരാണോ? അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചില ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എൻലൈറ്റൻഡ് ആയിട്ടുള്ള 3 വ്യക്തികളെ നമുക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം. എങ്ങനെയാണ് അവർ എൻലൈറ്റൻഡ് ആയത് എന്ന് നോക്കാം. അവരിലൂടെ ചില സവിശേഷതകളെ നമുക്ക് കണ്ടെത്തുവാൻ കൂടെ നമുക്ക് ശ്രമിക്കാം. ഇതിൽ ആദ്യമായി തന്നെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് സ്വാമി വിവേകാനന്ദയാണ്. സ്വാമി വിവേകാനന്ദ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചില ജീവിത രീതികളിൽ നിന്ന് നമുക്കത് തികച്ചും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എൻലൈറ്റൻഡ് ആയിരിക്കുന്നത് വളരെ ബൗദ്ധികമായിട്ട് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെയധികം കോൺസെൻട്രേഷനും അറ്റൻഷനും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ പുസ്തകങ്ങളൊക്കെ ചെറിയ ജീവിത കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം പുസ്തകങ്ങൾ വായിച്ചു തീർത്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം നമുക്കറിയാം വിവേകാനന്ദ പാറ, കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ. അദ്ദേഹം ഒറ്റയ്ക്ക് കുറച്ച് കിലോമീറ്ററോളം കടലിൽ നീന്തുകയും ആ പാറയിൽ പോയിരുന്ന് അദ്ദേഹം ധ്യാനിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എൻലൈറ്റൻഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളിൽ നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെയധികം തൻ്റെ മതത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നുള്ളത് കൂടെ വളരെയധികം നിസ്തർക്കമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അറിയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് ചരിത്രത്തിലൂടെ അറിയാവുന്ന ചില കാര്യങ്ങളാണ്. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മദർ തെരേസയെ എടുക്കാനായിട്ട് സാധിക്കും. വേറൊരു രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ, ഒരു സാധാരണ ഏതൊരു കന്യാസ്ത്രീയെ പോലെയും ഒരു മഠത്തിൻ്റെ ചുറ്റുപാടുകൾ ജീവിച്ചിരുന്ന മദർ തെരേസ എന്ന കന്യാസ്ത്രീ പിന്നീട് തൻ്റെ മറ്റുള്ളവരെ നോക്കാനുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തെ പ്രതി ആ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ 4 ചുവരുകൾ ഉപേക്ഷിച്ച് വേറൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയും കൊൽക്കത്തയിലെ തെരുവുകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിതം പൂർണ്ണമായി ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ തികച്ചും ഒരു മനുഷ്യ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ വേറൊരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബുദ്ധ, അദ്ദേഹം സിദ്ധാർത്ഥ. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. ഈ രാജകുമാരനായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു വ്യക്തി ആ രാജകുമാരൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജീവിതത്തിലെ ചില ഫണ്ടമെൻ്റൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായി അദ്ദേഹം തൻ്റെ രാജകൊട്ടാരം തന്നെ വിടുന്നു. അതായത് ദുഃഖത്തിനുള്ള ആൻസറാണ് അദ്ദേഹം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ദുഃഖമുള്ളത്? ആ ദുഃഖത്തിനുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം കണ്ടെത്താനായി സ്വന്തം രാജ്യം വിട്ടിറങ്ങുകയും, അല്ലെങ്കിൽ സ്വന്തം രാജകൊട്ടാരം വിട്ടിറങ്ങുകയും അതിനെക്കുറിച്ച് കാലങ്ങളോളം അദ്ദേഹം ധ്യാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആശയാണ് ദുഃഖത്തിന് കാരണമെന്നൊക്കെ കണ്ടുമുട്ടുകയും ആ ആശയെ നിഗ്രഹിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും മെഡിറ്റേഷനിലൂടെയും സാധനയിലൂടെയും ഒക്കെ അദ്ദേഹം ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. തികച്ച് നിർവ്വാണയിൽ എത്തിച്ചേരുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വ്യക്തികളെല്ലാം പല രീതിയിൽ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്ക് ചരിത്രത്തിലൂടെയൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് അവരുടെ ചില വ്യത്യസ്തമായിട്ടുള്ള രീതികൾ. സ്വാമി വിവേകാനന്ദൻ ബൗദ്ധികമായിട്ട് കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ് വളർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ, കൂടുതൽ മനുഷ്യസ്നേഹത്തെ വളർത്തിയ ഒരു വ്യക്തിയായി നമുക്ക് മദർ തെരേസയെ മനസ്സിലാക്കാം. കൂടുതൽ മൈൻഡ് സാറ്റിസ്ഫാക്ഷനെ വളർത്തിയ ഒരു വ്യക്തിയായി നമുക്ക് ബുദ്ധനെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ 3 വ്യക്തികളും പല രീതിയിലാണ് എൻലൈറ്റൻഡ് ആയിട്ട് നമുക്ക് കാണപ്പെടാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റ് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ പോസിബിൾ ആണോ? ഇവരൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആണോ, അതോ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണെന്നോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അല്ലെങ്കിൽ നമുക്കുള്ളിൽ ഈ ഒരു എൻലൈറ്റ്മെൻറ്റിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, സാധാരണ ആളുകളെ പോലെ ജീവിക്കുന്ന നമുക്ക് ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് പോസിബിൾ ആണോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം.
അതിനുള്ള ചില സാധ്യതകൾ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ റിലീജിയനെ പോലെ തന്നെ മറ്റൊരു റിലീജിയനെ കൂടി നമുക്ക് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഒരു ഇൻലൈറ്റ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ റിലീജിയനെ ഉപേക്ഷിച്ച് മറ്റൊരു റിലീജിയനിലേക്ക് പോകുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളായിരിക്കുന്ന റിലീജിയനിൽ നിലനിന്നുകൊണ്ട് തന്നെ മറ്റൊരു റിലീജിയനെ കൂടി ഉൾക്കൊള്ളുവാനും അതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുവാനും അതിനെ കൂടി ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കും ഒരു എൻലൈറ്റ്മെൻറ്റിനുള്ള സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊച്ചു ലോകമല്ല, മറിച്ച് ഈ ലോകം മുഴുവനുള്ള ആളുകളും എൻ്റെ ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ ഷെയർ ചെയ്യുന്നവരാണെന്നുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഉള്ളിൽ ഒരു എൻലൈറ്റ്മെൻറ്റിനുള്ള സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു ഫാമിലി മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു റിലീജിയസ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പേഴ്സൺ ആയിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ പ്രൊഫഷനെയും എൻ്റെ റിലീജിയനെയും എൻ്റെ ഫാമിലിയേക്കാൾ ഉപരിയായിട്ട് മറ്റു ഫാമിലികളെയും മറ്റു മനുഷ്യരുകളെയും കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി, അവരെ കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിശാല മനസ്ഥിതി എനിക്കുണ്ടെങ്കിൽ അവിടെയും എന്നിലൊരു എൻലൈറ്റ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഒരിക്കലും അവരുടെ തന്നെ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങി നിന്നവരായിരുന്നില്ല. അവരുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ അവർ ഈ ലോകത്തിലുള്ള എല്ലാ മേഖലകളിലും എത്തപ്പെട്ടിരുന്നു. ആ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ മനുഷ്യ കുലത്തിന് വേണ്ടിയുള്ള ഒരു അദമ്യമായ ദാഹം അവരുടെ ഉള്ളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഒരു വിശാല മനസ്ഥിതിയാണ് അവരെ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു വിശാല മനസ്ഥിതി നമ്മുടെ ഉള്ളിലും ഉടലെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.